എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 82-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 82. കരീന്ദ്രാണാം ശുണ്ഡാൻ കനകകദളീ കാണ്ഡപടലീം ഉഭാഭ്യാം ഉരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിഭുതകരികുംഭദ്വയമസി. ഒന്നുകൂടെ പറയാം. കരീന്ദ്രാണാം ശുണ്ഡാൻ കനക കദളീ കാണ്ഡപടലീം ഉഭാഭ്യാം ഊരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിഭുതകരികുംഭദ്വയമസി. അല്ലയോ പർവ്വതരാജപുത്രി. ഇവിടെ ദേവിയുടെ തുടകളെയും മുട്ടുകളെയുമാണ് വർണ്ണിക്കുന്നത്. അല്ലയോ പർവ്വതരാജപുത്രി, നിന്തിരുവടി എന്ന് പറഞ്ഞാൽ ദേവി, 2 തുടകളാൽ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെയും സ്വർണമയങ്ങളായ വാഴത്തണ്ടുകളുടെ കൂട്ടത്തെയും, അല്ലയോ ഭർത്തൃശുശ്രൂഷാദി വേദവിധികളെ അറിയുന്ന ദേവി, പ്രതിദിനം സ്വഭർത്താവായ പരമശിവനെ നമസ്കരിക്കുന്നതുകൊണ്ട് കഠിനങ്ങളായി ശോഭനങ്ങളായി ഇരിക്കുന്ന 2 മുട്ടുകളാൽ ഐരാവതത്തിൻ്റെ 2 മസ്തക കുംഭങ്ങളെയും വിജയിച്ചു വിളങ്ങുന്നു. അപ്പം അല്ലയോ പർവ്വതരാജപുത്രി, നിന്തിരുവടി. ഈ ദേവി സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെയും വാഴത്തണ്ടുകളെയും ഒക്കെ ഉപമിക്കാറുണ്ട്. ഇവിടെ അല്ലയോ പർവ്വതരാജപുത്രി, അല്ലയോ പാർവതി, നിന്തിരുവടി. അപ്പം തുടകളാൽ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെയും, അപ്പം ദേവിയുടെ തുടകൾ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളുടെയും അതുപോലെ സ്വർണമയങ്ങളായ വാഴത്തണ്ടുകളുടെ കൂട്ടത്തെയും, ഇവിടെ കനക കദളി കാണ്ഡപടലി എന്നാണ്. അപ്പോൾ സ്വർണമയമായ വാഴത്തണ്ടുകളുടെ കദളിവാഴയുടെ തണ്ടുകളുടെ കൂട്ടത്തെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവ സ്വർണമയങ്ങളായ വാഴത്തണ്ടുകളുടെ കൂട്ടത്തെയും, ഇപ്പം ഇവിടെ ദേവിയുടെ തുടകളെന്ന് പറയുന്നതിൻ്റെ ഭംഗി എന്താണ്? ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെയും അതുപോലെ സ്വർണമയങ്ങളായ വാഴത്തണ്ടുകളുടെ കൂട്ടത്തെയുമാണ് ഉപമിപ്പിച്ചിരിക്കുന്നത്. അല്ലയോ ഭർത്തൃശുശ്രൂഷാദി വേദവിധികളെ അറിയുന്ന ദേവി. ഇവിടെ വിധിജ്ഞ എന്ന് പറയുന്നുണ്ട്. വിധിജ്ഞ എന്ന് പറഞ്ഞാൽ ഭർത്തൃശുശ്രൂഷാദി വേദവിധികളെ അറിയുന്നവളെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്തൃശുശ്രൂഷ ചെയ്യുന്നത് ആരാണ്? പതിവ്രതമാരാണ്. അപ്പം പതിവ്രതകളുടെയാണ് പതിവ്രതയായ ദേവി. അപ്പം ദേവി സ്വഭർത്താവായ വേദവിധികളെ, വിധിജ്ഞ എന്ന് പറയുന്നുണ്ട്. എല്ലാ വിധികളും അറിയാവുന്ന ദേവി വിധിജ്ഞ. പ്രതിദിനം സ്വഭർത്താവായ പരമശിവനെ നമസ്കരിക്കുന്നത് കൊണ്ട് കഠിനങ്ങളായി ശോഭനങ്ങളായി ഇരിക്കുന്ന 2 മുട്ടുകളാൽ. അപ്പോൾ എന്താണ്? ദിവസവും ഇങ്ങനെ കുമ്പിട്ട് നിന്ന് ഭർത്താവിൻ്റെ പരമശിവൻ്റെ പാദങ്ങൾ നമസ്കരിക്കുന്നത് കൊണ്ട് എന്താണ്? മുട്ടിനൊക്കെ തഴമ്പുകൾ വീണും അത് കഠിനങ്ങളായി അതുപോലെ തന്നെ മനോഹരവുമാണ്. അപ്പോൾ ഭർത്തൃശുശ്രൂഷാദി വേദവിധികളെ, എല്ലാ വേദവിധികളും അറിയാവുന്ന വിധിജ്ഞേ എന്നാണ് ദേവിയെ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ പർവ്വതരാജപുത്രി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിധിജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ വേദവിധികളെയും അറിയുന്നവൾ. ഇവിടെ വിശേഷിച്ച് പറയുന്നത് ഭർത്തൃശുശ്രൂഷാദി വേദവിധികളെ അറിയുന്നവളെ എന്നാണ്. അവിടെ പറയുന്നത്? പതിവ്രതമായ ഭാര്യമാർ എന്നും ഭർത്താവിനെ നമസ്കരിക്കും. ഇവിടെ സ്വഭർത്താവായ പരമശിവനെ നിത്യവും നമസ്കരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ദേവിയുടെ കാൽമുട്ടുകൾ 2 മുട്ടുകളാൽ ഐരാവതത്തിൻ്റെ 2 മസ്തക കുംഭങ്ങളെയും വിജയിച്ചു. അപ്പോൾ ഇവിടെ ഐരാവതം എന്ന് പറഞ്ഞാൽ ദേവലോകത്തിലെ ആനകളാണ് ഐരാവതം. അപ്പോൾ സ്വർഗത്തിലെ ആന ഐരാവതത്തിൻ്റെ 2 മസ്തക കുംഭങ്ങളെയും വിജയിച്ചു വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ദേവിയുടെ തുടകൾ അതിമനോഹരമാണ്. അപ്പം ഈ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെയും സ്വർണവർണ്ണമയമായ വാഴത്തണ്ടുകളുടെ കൂട്ടത്തെയും
വിജയിച്ചവൾ എന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിനേക്കായി പറയുന്ന എന്താ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെക്കാട്ടിലും സ്വർണ്ണമയ എന്താ പിന്നെ പറയുന്ന കനക കദളി കാണ്ട പടലി കനക കദളിവാഴയുടെ വാഴത്തണ്ടുകളെക്കാട്ടിലും ഒക്കെ എന്താണ് പറയുന്നത്, ഇവനെക്കാട്ടിലൊക്കെ അതിമനോഹരമാണ് ദേവിയുടെ തുടകൾ. അതുപോലെ ദേവിയുടെ മുട്ടുകളെന്ന് പറയുന്നത് ഐരാവതത്തിൻ്റെ 2 മസ്തകുംഭങ്ങളെക്കാട്ടിൽ മനോഹരമാണ്. ഇവയെല്ലാം വിജയിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വിജയിച്ച് വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞാലും എന്താണ്, ദേവിയുടെ അത്രയും ദേവിയുടെ ആകാരവടിവിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാത്തിനോടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ദേവിയാണ് എല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്നത്. സൗന്ദര്യം എല്ലാം ആരിലാണുള്ളത്? ദേവിയിലാണ്. അപ്പോൾ ദേവിയുടെ തുടകളെക്കുറിച്ചും മുട്ടുകളെക്കുറിച്ചുമാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഉപമിച്ചാലും ഏതിനെക്കൊണ്ടൊക്കെ ഉപമിച്ചാലും അതിനേക്കാട്ടിലൊക്കെ വിജയിച്ച് നിൽക്കുന്നത് ദേവിയാണ്. വിജയിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും കൂടുതൽ സൗന്ദര്യമുള്ളത് ദേവിക്കാണ് എന്നാണ് പറയുന്നത്. ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെക്കാട്ടിലും എന്താ പറയുന്നത്, കദളിവാഴയുടെ വാഴത്തണ്ടുകളെക്കാട്ടിലും ഒക്കെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ദേവിയുടെ തുടകളാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, മുട്ടുകളാണെങ്കിൽ ഐരാവതത്തിൻ്റെ സ്വർഗലോകത്തിലെ ആനകളായ ഐരാവതത്തിൻ്റെ 2 മസ്തകുംഭങ്ങളെയും കാട്ടിലും ശോഭനമാണ്. അതിനെല്ലാം വിജയിച്ച് വിളങ്ങുന്നെന്ന് വെച്ചാൽ അതിനെക്കാട്ടിലെല്ലാം പ്രകാശിച്ച് നിൽക്കുന്നത് ദേവിയുടെ തുടകളും മുട്ടുകളുമാണ്. അപ്പോൾ ദേവിയുടെ തുടകളെയും മുട്ടുകളെയും കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. കരീന്ദ്രാണാം ശുണ്ഠാൻ കനകകദളീ കാണ്ഡപടലി മുഖാഭ്യാം മൂരുഭ്യാം ഉഭയമപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതികഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേ ജാനുഭ്യാം വിബുധകരികുംഭദ്വയമസി. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.